ഹലോ ഗൈസ്, ഞങ്ങൾക്ക് നമ്മുടെ എയിൻ ദുബായിലത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ എയിൻ ദുബായ് ഇവിടേക്ക് ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ടൈമായി, ഓൾറെഡി 1 o'clock ആയി. അതുകൊണ്ട് തന്നെ അതൊക്കെ ഓഫാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പന്തലൊക്കെ ഓഫാണ്. പക്ഷേ റൊട്ടേഷൻ ചെയ്യുന്നില്ല. ഇന്നലെ വന്നപ്പോൾ ജസ്റ്റ് ചേർത്തിട്ട് റൊട്ടേറ്റ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഇപ്പം റൊട്ടേഷനൊന്നുമില്ല, സ്റ്റോപ്പ് ആയ ഓൾറെഡി. വലിയ ജോയിൻ്റ് വീടാ. ആകാശം തൊട്ട് നിൽക്കണ ദുബായ് എന്ന് പറഞ്ഞാൽ നൈറ്റാണ്. നൈറ്റ് അവിടെ ഓണവും പിന്നെ ആഘോഷങ്ങളാണ്. അത് കരയിലായാലും കടലിലായാലും ഒരേപോലെ ആഘോഷങ്ങളാണ്. അവിടെ കണ്ടില്ലേ, അവിടെയൊക്കെ ഓരോ യാച്ച് എൻ്റെ പേര് ക്ലിയർ ആയിട്ടില്ല. അതിലൊക്കെ ഒരു DJ പ്രോഗ്രാം നോക്കിയാൽ അത് തന്നെ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ അതിൻ്റെതായിട്ട് അവിടെ പ്ലേറ്റ് അവിടെ പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നൂറിന് ടൈമായി തുടങ്ങിയില്ലേ, അവിടെ തന്നെ ഫുൾ പാർട്ടിയാണ്. ഇവിടെ ആയാലും പല സൈഡിലേക്കും പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും അറിയില്ല ക്ലിയർ ആയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്ത് പോകാൻ പറ്റില്ല. പക്ഷെ നൈറ്റും പറയാനല്ലേ എന്ത് ഭംഗിയാ പറയും. ഓരോ ബിൽഡിങ്സും ശരിക്കും DJ പാർട്ടി കേട്ടിട്ട് തന്നെയാണ് അത്രയും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നോക്കിയേ, പല കളറില് പച്ച, നീല, ചുവപ്പ്, അങ്ങനെ കണ്ണിന് കുളിർമേക്കുന്ന രീതിയിലുള്ള ഓരോ ലൈറ്റുകളാണ് ബിൽഡിങ്സ്. അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. കളറുകൾ ആർക്കായാലും ഇപ്പം ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കളർ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. അതേപോലെ തന്നെയാണ് കാണാം. അപ്പൊ അതൊക്കെ DJ പരിപാടി തകർത്തോണ്ടിരിക്കുക. കാണാൻ പറ്റുന്ന അറിയില്ല, കുറച്ചങ്ങോട്ട് അകലായിട്ടാ. നമ്മളായാലും അതെ, ഞാൻ ഇവിടെ ജസ്റ്റ് വർക്ക് ചെയ്യാന്നാണ്. അപ്പോഴാണ് പക്ഷേ ഈ കാഴ്ചകളപ്പോൾ നിങ്ങളിവിടെ നിന്ന് കാണിക്കാന്ന് വിചാരിച്ചു. കണ്ടാ ബാക്കുള്ള ബിൽഡിങ്സ് ഒക്കെ ഇത് ഭംഗിയാ. ഇതിവിടെ ക്ലിയർ ആയിട്ട് കാണണ്ടാവില്ല, എന്നാലും അത്രയും ഭംഗിയായി കാണുന്നത്. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമായാലും എയിൻ ദുബായ് അതും അതെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ കുറച്ച് വീഡിയോസ് ഉള്ളിൽ നിൽക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ പിന്നെ നമ്മളെ മെയിൻ ജയിൻ്റ് വീല് ഇവിടെ തന്നെ ഉണ്ട്. അത് ഇത് കാണാമല്ലോ കേട്ടാ, അത്രയും വലുപ്പാ അതിൻ്റെ ഓരോ ക്യാബിനും. അല്ലോ ആകാശം മുട്ടിക്കണ കാര്യ, അത്രയും വലുപ്പത്തില. എൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ കുറച്ചുകൂടി ഭംഗിയുള്ള ഇതാണ് ഇത്. പിന്നെ എന്നിട്ടാ പറയാൻ എനിക്കറിയില്ല കേട്ടോ ക്ലിയർ ആയിട്ട്. പക്ഷെ കളറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഇതല്ല, കുറച്ച് അകലേന്ന് കാണണം. അകലേന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പം അടുത്തുനിന്ന് കാണുമ്പോഴും ഭംഗിക്കൊരു കുറവില്ല, എന്നാലും കുറച്ചുകൂടിയും ഭംഗി കൂടുതലായിട്ട് ഫീൽ ചെയ്യുക അകലേന്ന് നമ്മളാണ്. ക്രിസ്മസിന് വരവേൽക്കാൻ ലൈറ്റ് ഡെക്കറേഷനൊക്കെ തുടങ്ങി. ഇവിടെ ഉണ്ട്, പിന്നെ പല സൈഡിലും ഉണ്ട് ഷോപ്സ്. അതന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എയിൻ ദുബായിലത്തെ ലൈറ്റിംഗ് ക്രിസ്മസ് ട്രീ. ഇതിൽ കുറച്ച് കളറൊന്നും ലൈറ്റ് കുറച്ചതിലേക്ക് ഒന്നുകൂടി ക്ലിയറായിട്ട് കാണുള്ളൂ. നമ്മുടെ
ജയന്റ് വീലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ആ ക്രിസ്മസ് ട്രീ ഉള്ളത്. ലൈറ്റിങ് നല്ല ഭംഗിയാണ്. ഇപ്പോഴാകുമ്പോൾ അത്ര ഭംഗി തോന്നുന്നോ എനിക്കറിയില്ല. എന്നാലും നേരിട്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ലൈറ്റിങ് സെറ്റപ്പ്. ഇവിടെ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നൈറ്റൊക്കെ കുറച്ച് ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു പക്കാ സ്ഥലമാണ് ഈ എഴുന്തുപടി. സ്പെൻഡ് ചെയ്യാം. നല്ല ഒന്നാമത് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് നല്ല തണുപ്പാണ് ഇപ്പോൾ. അവിടെ തന്നെ കുറച്ചുകൂടിയും എന്താ പറയുക, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാൻ നല്ല ടൈമും കിട്ടും. അപ്പോൾ തന്നെ അവർക്കും എൻജോയ് ചെയ്യാം, നമുക്കും എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരാൾ കൂടിയുണ്ട്, ഒരാളല്ല 2 പേരുണ്ട്. അത് മിക്ക ആൾക്കാർക്ക് അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വേറെ ആരുമില്ല, ഇതേ നിൽക്കണം നമ്മുടെ ആള്. അറിയോ ആളെ? മെഗ്രൂ ചെക്കൻ കലിപ്പില. അപ്പം നമ്മുടെ ഈ ഗഡിയുടെ പേര് ഞാൻ മറന്നു പോയിട്ടാ. അല്ല പറഞ്ഞേ, 2 ഗഡികളും കട്ടക്കലിപ്പില. ആരോടെ ഫൈറ്റ് നിൽക്കണ കാര്യം. ഞാനിവരായിട്ട് 2 ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേറെ സ്ഥലം കാണിച്ചാൽ കേട്ടോ. ഒരു LED സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുമില്ല, ഒരു ഡിസൈൻ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഇങ്ങനെ ഇതിൽ കാണിക്കും. ആണോ? ആ ബ്രോമ് ആവുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ഷേഡോ മാതിരി അവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഭാഗത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈറ്റിംഗ് ഷേഡോ അവിടെ വിസിബിൾ ആവും. പണ്ട് ഞാൻ കുറച്ചും കൂടി നീങ്ങിയപ്പോൾ ആ ഷേഡോ പോയി. ഒരു സെൻസറിൻ്റെ ഒരു ലെവലുണ്ട്, ആ ലെവലിൽ നമ്മൾ എത്തുമ്പോൾ ഇത് ഓപ്പൺ ആവും. അപ്പം മാറിക്കഴിയുമ്പോൾ ആ ഷേഡോ പോയി. ഇങ്ങനെ ഷേഡോ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. മൂവ് ചെയ്യണനുസരിച്ച് മൂവും. ആ സെൻസറിൻ്റെ അവിടെ നിന്ന് നീങ്ങുമ്പോൾ അതും മാറും. നൈസാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഫോണിലത്തെ ചാർജ് തീർന്നു, ഇവിടെ കാര്യം പറയാലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും കുറേ വീഡിയോസ് കൂടെ എടുക്കാനുണ്ട്. പക്ഷേ എടുക്കാനുള്ള ചാർജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ദിവസം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്, കുഞ്ഞെന്ന് വെച്ചാൽ വളരെ കുഞ്ഞാണ് ആ വ്ളോഗ്. പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ലെങ്കിലും ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ന്യൂ ഇയറൊക്കെയാണ് വരുന്നത്, ക്രിസ്മസ് വരുന്നുണ്ട്. അതിൻ്റെ വ്ളോഗുകൾ പറ്റുമെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ചെറുതായി എടുക്കാൻ നോക്കാം. കാരണം പഠിച്ചു വരുന്നുള്ളൂ, അതിൻ്റെതായ തെറ്റുകളുണ്ടാവും. അപ്പോൾ ആ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ചെയ്ത് നോക്കണതാണ്. ഒന്ന് സെറ്റാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളോട് ഒന്ന് കണ്ട സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.